ഇസ്രായേൽ ആക്രമണത്തിൽ ലെബനനിൽ 4 പേർ കൊല്ലപ്പെട്ടു. പുതിയ വെടിനിർത്തൽ കരാർ തള്ളി ഹിസ്ബുള്ള. വാർത്ത പ്രസാദ് തീയാടിക്കൽ. ബെയ്രൂത്ത് ജൂൺ 4 ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇതിനിടെ സംഘർഷം കുറയ്ക്കുന്നതിനായി മുന്നോട്ടുവെച്ച പുതിയ വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള തള്ളിക്കളഞ്ഞതോടെ മേഖലയിലെ സംഘർഷാവസ്ഥ വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങൾ ലെബനന്റെ വിവിധ പ്രദേശങ്ങളെ ബാധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. അതേസമയം അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ പിന്തുണയോടെ പ്രഖ്യാപിച്ച പുതിയ വെടിനിർത്തൽ ധാരണ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. നിർദ്ദേശിച്ച കരാറിൽ ലെബനന്റെ സുരക്ഷാ ആശങ്കകൾക്കും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ലെന്നാണ് സംഘടനയുടെ ആരോപണം. സംഭവവികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന് വിവിധ രാജ്യങ്ങളും സംഘടനകളും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ജൂൺ 4 ലെബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ. ഇതിനിടെ സംഘർഷം കുറയ്ക്കുന്നതിനായി മുന്നോട്ടുവെച്ച പുതിയ വെടിനിർത്തൽ കരാർ ഹിസ്ബുള്ള തള്ളിക്കളഞ്ഞതോടെ മേഖലയിലെ സംഘർഷാവസ്ഥ വീണ്ടും രൂക്ഷമാകുമെന്ന ആശങ്ക ഉയർന്നിരിക്കുകയാണ്. ഇസ്രായേൽ സൈന്യം നടത്തിയ ആക്രമണങ്ങൾ ലെബനന്റെ വിവിധ പ്രദേശങ്ങളെ ബാധിച്ചതായി പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേറ്റതായും വിവരമുണ്ട്. അതേസമയം അന്താരാഷ്ട്ര മധ്യസ്ഥരുടെ പിന്തുണയോടെ പ്രഖ്യാപിച്ച പുതിയ വെടിനിർത്തൽ ധാരണ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് ഹിസ്ബുള്ളയുടെ നിലപാട്. നിർദ്ദേശിച്ച കരാറിൽ ലെബനന്റെ സുരക്ഷാ ആശങ്കകൾക്കും രാഷ്ട്രീയ ആവശ്യങ്ങൾക്കും വേണ്ടത്ര പരിഗണന നൽകിയിട്ടില്ലെന്നാണ് സംഘടനയുടെ ആരോപണം. സംഭവവികാസങ്ങൾ പശ്ചിമേഷ്യയിലെ സുരക്ഷാ സാഹചര്യത്തെ കൂടുതൽ സങ്കീർണമാക്കുമെന്ന ആശങ്ക അന്താരാഷ്ട്ര സമൂഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. സംഘർഷം വ്യാപിക്കാതിരിക്കാൻ ഇരുപക്ഷവും സംയമനം പാലിക്കണമെന്ന് വിവിധ രാജ്യങ്ങളും സംഘടനകളും ആഹ്വാനം ചെയ്തിട്ടുണ്ട്.